രാഷ്ട്രപതിയുടെ ഉത്തം ജീവൻ രക്ഷാപതക് നേട്ടത്തിന്റെ ആഹ്ലാദത്തിലാണ് തൃശൂർ പറപ്പുക്കര പോങ്കോത്ര സ്വദേശിയായ 6ാം ക്ലാസ്സുകാരൻ നീരജ്. സൈക്കിൾ ചവിട്ടുന്നതിനിടെ കുളത്തിൽ വീണ 4ാം ക്ലാസ്സുകാരൻ രക്ഷിച്ചതിനാണ് നീരജിന് പുരസ്കാരം ലഭിച്ചത്. പൊങ്കോത്ര സ്വദേശികളായ കൊപ്പുവള്ളിപ്പറമ്പിൽ നിത്യാനന്ദ് ജസി ദമ്പതികളുടെ മകനാണ് നീരജ്. കഴിഞ്ഞ ജൂണിലാണ് നീരജ് സുഹൃത്തിനെ കുളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ഈ ധീരതയാണ് രാഷ്ട്രപതിയുടെ പുരസ്കാരത്തിന് നീരജിനെ അർഹനാക്കിയത്. ഞങ്ങൾ 3 പേരും അവിടെ കളിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ സൈക്കിളും കൊണ്ട് വന്നു വെള്ളത്തിലോട്ട് ആദ്യം ഇറക്കി നോക്കി. എന്നിട്ട് പിന്നെ അവിടുന്ന് സ്പീഡിൽ വന്ന് വെള്ളത്തിൽ ആദ്യം വീണു, അവിടെ തന്നെ വീണു. പിന്നെ വന്നിട്ട് അവൻ അതിനെക്കാട്ടും നല്ല സ്പീഡിൽ വന്ന് സ്ലോപ്പിന്റെ അപ്പുറത്തേക്ക് പോയി ബ്രേക്ക് കിട്ടാണ്ട് അപ്പുറത്തേക്ക് വീണു. അപ്പൊ ഇവൻ എന്നോട് പറഞ്ഞു അവൻ മുങ്ങുണ്ടെന്ന്. അപ്പൊ ഞങ്ങള് ചാടി. എന്നിട്ട് അവനെ രക്ഷിച്ചു. ഇവൻ സൈക്കിള് പൊക്കി. എന്നിട്ട് ഞാൻ പകുതി കയറ്റിക്കൊണ്ട് വന്നിട്ട് ഇവര് കൈപിടിച്ച് കയറ്റി. 4 ആൾ താഴ്ചയുള്ള മാന്നാംകുളത്തിൽ പോങ്കോത്ര തെക്കുംപുറം ആൻഡ്രൂസിന്റെ വളർത്തുമകൻ ഗോപാലകൃഷ്ണനാണ് വീണത്. സൈക്കിൾ ചവിട്ടി വന്ന ഗോപാലകൃഷ്ണൻ കുളത്തിൽ മുങ്ങിത്താഴുമ്പോൾ കുളക്കരയിൽ തന്റെ 2 കൂട്ടുകാർക്കൊപ്പം കളിക്കുകയായിരുന്നു നീരജ്. സൈക്കിളുകൾ പറഞ്ഞ് ആ വെള്ളത്തിൽ വീണു. മുങ്ങാൻ പോയപ്പോ കൈയടിച്ച് കളിക്കുക 2 പേര് കണ്ടു. നീരജിനോ പറഞ്ഞപ്പോ നീരജ് ചാടി കൈ പിടിച്ച് കയറ്റി. രണ്ടുപേര് ആ സൈക്കിൾ പിടിച്ച് കയറ്റി. പുരസ്കാര നേട്ടത്തിന്റെ ആഹ്ലാദത്തിലാണ് നീരജിന്റെ മാതാപിതാക്കളും നാട്ടുകാരും. എന്താ പറയാ, കക്ഷി രാഷ്ട്രീയ ജാതിഭേദമന്യേ എല്ലാവരും വലിയ സ്വീകരണമാണ് എൻ്റെ മകന് കൊടുത്തിരുന്നത്. അതിനുപരി ഇപ്പോൾ രാഷ്ട്രപതിയുടെ ഉത്തം ജീവൻ രക്ഷാപതക്കിന് അവാർഡിന് അർഹനായിരിക്കുകയാണ്. അതിലൊരു പൊതുപ്രവർത്തനം എന്ന നിലയ്ക്ക് എനിക്ക് അതിയായ സന്തോഷവും അഭിമാനമുണ്ട്. നീരജ് അടക്കം രാജ്യത്തെ 8 പേരാണ് ഇത്തവണ രാഷ്ട്രപതിയുടെ ധീരതയ്ക്കുള്ള ഉത്തം ജീവൻ രക്ഷാപതക് അവാർഡിന് അർഹരായത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.